എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും എല്ലാ നല്ലവരായ ഇൻവെസ്റ്റേഴ്സിനും വീണ്ടും സ്വാഗതം. അപ്പോൾ ജുൻജുൻവാലയുടെ ഓഹരി തന്ത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോയിൽ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുവാനായിട്ട് ശ്രമിക്കുക. അതുകൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റീവായ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ കുടുംബ സുഹൃത്തോ ആർക്കെങ്കിലും ഇത് ഫോർവേഡ് ചെയ്താൽ അവർക്കും ഒരു ഉപകാരപ്രദമായിരിക്കും. അങ്ങനെ ഒരു നന്മ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ജുൻജുൻവാല പ്രയോഗിച്ചിരുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നതാണ്. അതായത് ഓഹരി ട്രേഡിംഗ് വഴി ലഭിക്കുന്ന ലാഭം ഉപയോഗിച്ച് ദീർഘകാല നിക്ഷേപം നടത്തുന്ന രീതിയാണ്. മൂലധന രൂപീകരണത്തിന് ഈ രീതി നല്ലതായിട്ട് സഹായിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അതായത് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഷോർട്ട് ടേം ഗെയിനാണ് നമുക്ക് നൽകുന്നത്. ആ ലാഭം ലോങ് ടേം നിക്ഷേപം ആകുമ്പോൾ അത് ക്യാപിറ്റൽ രൂപീകരിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അതായത് ചുരുങ്ങിയ കാലം കൊണ്ട് നേട്ടം നൽകിയ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത്തരത്തിൽ വരുന്ന ലാഭം മികച്ച ഓഹരികളിൽ നിക്ഷേപിച്ച് ദീർഘകാല നിക്ഷേപത്തിന് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹം പിന്തുടർന്നു പോകുന്നത്. അങ്ങനെ ദീർഘകാല നിക്ഷേപത്തിനുള്ള മികച്ച കമ്പനികൾ അദ്ദേഹം തൻ്റെ റിസർച്ചിലൂടെ പണിപ്പെട്ട് കണ്ടെത്തിയിരുന്നു. ഈ രീതി തുടക്കക്കാർക്ക് അത്ര പ്രായോഗികം ആവാനായിട്ട് സാധ്യതയില്ല. കാരണം ട്രേഡിംഗ് നടത്താനായിട്ട് ഓഹരിയിൽ വാങ്ങി ലാഭമെടുത്ത് ഉടൻ വിൽക്കാൻ അറിഞ്ഞിരിക്കണം. എങ്ങനെ ചെയ്യാൻ വിപണികളിൽ പരിചയം ആവശ്യമായിട്ടുണ്ട്. ഏറെ നാളായി ഓഹരി വിപണിയിൽ നിരന്തര ക്രയവിക്രയങ്ങൾ നടത്തുകയും ഓഹരി കൈമാറ്റത്തെക്കുറിച്ചും വിപണിയുടെ ചാഞ്ചാട്ട സ്വഭാവത്തെക്കുറിച്ചും ധാരണയുള്ള ഒരാൾക്ക് ഈ രീതി അനുയോജ്യമാണ്. തുടക്കക്കാർക്ക് ഓഹരി വിപണിയുടെ ചാഞ്ചാട്ടത്തിൽ ഭയപ്പെട്ടു വിൽപ്പന വാങ്ങലുകൾ നടത്തി നഷ്ടം വരുത്തിവെക്കും. അവർ വൈകാരികമായി കാര്യങ്ങൾ സമീപിക്കാൻ തുടങ്ങും. ഇമോഷണൽ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടിക്കുഴിക്കരുത്. ഇമോഷണലും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിൽ ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കരുത് എന്നാണ് രാകേഷ് ജുൻജുൻവാല പറയുന്നത്. നമ്മൾ വാങ്ങിയ വിലയിലും കുറഞ്ഞ വില വരുമ്പോൾ എല്ലാവരും ഇമോഷണലായി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധ്യതയുണ്ട്. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ചിലപ്പോൾ പണം നിക്ഷേപിച്ച ഓഹരികളിൽ വില കയറാൻ കുറച്ച് നാൾ ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അതിനൊരു ഉദാഹരണമാണ് അദ്ദേഹം പറയുന്നത്. അതായത് ലൂപ്പിൻ കമ്പനിയിൽ ഓഹരി നിക്ഷേപം നടത്തിയ ശേഷം 6 വർഷം കഴിഞ്ഞാണ് അദ്ദേഹത്തിന് അതിൽ നിന്ന് ലാഭമെടുക്കാനായിട്ട് കഴിഞ്ഞത്. എന്നാൽ ആ ക്ഷമയുടെ ഫലം ഒരിക്കലും മോശമായിരുന്നില്ല. നല്ല ലാഭമാണ് അദ്ദേഹത്തിന് ലൂപ്പിൽ ഷെയർസിന് നിന്ന് കിട്ടിയത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നിരന്തരം സ്വന്തം പോർട്ട്ഫോളിയോ പരിശോധിച്ച് വിലയിരുത്തണമെന്നാണ് ജുൻജുൻവാല പറയുന്നത്. ഏത് വിലയ്ക്ക് ഒരു ഓഹരി വാങ്ങിയാൽ മുതലാകും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുമാത്രം അറിഞ്ഞാൽ പോലെ ഏത് വില എത്തുമ്പോൾ അത് വിറ്റുമാറണമെന്നും കൃത്യമായ ധാരണ നമുക്കുണ്ടായിരിക്കണം. അതായത് നമ്മൾ കമ്പനിയെ കുറിച്ച് സെർച്ച് ചെയ്ത് പഠിക്കുമ്പോൾ ഏത് വിലയിലെത്തിയാലാണ് നമ്മൾ മേടിക്കേണ്ടത്, നമ്മൾ മേടിച്ചതിന് ശേഷം ഏത് വിലയിൽ കൂടിയാൽ അല്ലെങ്കിൽ ഏത് വിലയിൽ താഴ്ന്നാലാണ് അത് നമ്മൾ വിറ്റുമാറേണ്ടത് എന്നതെന്ന് വെച്ചാൽ ആദ്യമേ നമുക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം. അത്തരം കഴിവുകൾ ആർജിക്കാനായിട്ട് മാർക്കറ്റിനെ കുറിച്ച് നല്ല എക്സ്പീരിയൻസ് വേണം. അതിനുപരിയായി വിജയപരാജയങ്ങളിൽ, അതായത് ഇതിൽ സംഭവിക്കുന്ന വിജയപരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുള്ള ഒരു ആർജവവും ഓരോ നിക്ഷേപകനും വേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ വിപണിയിലെ നിക്ഷേപത്തെ, അതായത് ഓഹരി വിപണി നിക്ഷേപത്തെ ഒരു ബിസിനസ്സായി വേണം കാണാനായിട്ട്. ബിസിനസ്സുകൾ നമുക്കറിയാലോ, ഓരോ ബിസിനസ്സുകളും ഇടയ്ക്ക് നഷ്ടത്തിലായി പോയി. എന്നാൽ നഷ്ടം വരുമ്പോൾ ഭയം മൂലം ആ ബിസിനസ് നിർത്തരുത്. അങ്ങനെ നിർത്തിയാൽ അതിടെ നമ്മൾ യഥാർത്ഥ പരാജയം എന്നാണ് ജുൻജുൻവാല പറയുന്നത്. എന്നാൽ ആ നഷ്ടത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ബിസിനസ് തുടരുമ്പോൾ ലാഭം വളരുകയും ഉണ്ടായ നഷ്ടങ്ങൾ നികത്തപ്പെടുകയും ചെയ്യും. എന്നാൽ ട്രേഡിംഗ് നടത്താൻ ജുൻജുൻവാല ആരെയും നിർദ്ദേശിക്കുക, അതായത് ഇൻട്രാഡേ ട്രേഡിംഗ് നടത്താനായിട്ട് രാകേഷ് ജുൻജുൻവാല ആരോടും പറയുന്നില്ല. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ഈഗോ അവിടെ പ്രവർത്തിക്കും. ആ ഈഗോയെ മറികടന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ട് അത് താൻ ആർക്കും റെക്കമെൻഡ് ചെയ്യാറില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനത്തെ മാനസികാവസ്ഥ ഉള്ളവർ മാത്രമേ ട്രേഡിംഗ് ഇറങ്ങിയാൽ മതി. വിപണിയിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും ഒന്നും പറയാനാവില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ലോലഹൃദയം ഉള്ളവർക്കുള്ളതല്ല ഓഹരി വിപണിയിലെ ട്രേഡിംഗ്. ഏത് സാഹചര്യവും നമുക്ക് അനുകൂലമാക്കാനുള്ള വൈഭവം നേടിയാലേ ട്രേഡിംഗ് ആസ്വദിക്കാനാവൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ട്രേഡിംഗ് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ട്രേഡിംഗ് നമ്മൾ
നല്ല വൈഭവം നേടിയിട്ടുണ്ടെങ്കിൽ ആ പണം ദീർഘകാല നിക്ഷേപത്തിൽ മുടക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പാഠം, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തു വന്നിരുന്ന വഴി. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിൽ ജുൻജുൻവാലയുടെ നിക്ഷേപങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു ചാപ്റ്ററായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.